ഹലോ ഗൈസ്, പിന്നെ നമുക്ക് കിട്ടുന്നല്ലോ അമ്മയുടെ കുറച്ച് പച്ചക്കറികളുണ്ട്. പച്ചക്കറി തോട്ടമൊന്നും പറയാൻ പറ്റില്ല, എന്നാലും കുറച്ചുണ്ട് കേട്ടോ. മുളകൊക്കെ അത്യാവശ്യം കൂടുതലുണ്ട്. അപ്പം നമുക്ക് ഇന്ന് അതൊക്കെ ഒന്ന് കാണാം. വഴുതനങ്ങയുടെ ഒരു തൈയൊക്കെ ഉണ്ട്. മുളകാണ് ഇഷ്ടം പോലെ കേട്ടോ. മുളക് ചെടികൾ കുറേ ഉണ്ട്. ഇത് മെയിനായിട്ട് ഇപ്പം മുളകൊക്കെ ഇതുമ്പോൾ തന്നെയാണ് പൊട്ടിക്കുക. വേറെ നമ്മൾ പുറത്തൊന്നും വാങ്ങാറില്ല അമ്മ. മുളക് എത്രയോ കാലമായിട്ടാണ് അവിടെയൊക്കെ ഉണ്ട്. പിന്നെ ചേന പറിച്ചിട്ടാ കുറുമ്പ് കുത്തുണ്ട് കേട്ടോ. ഇന്നൊക്കെ ഉണ്ടല്ലേ. അതാ നമ്മുടെ ചേന കഷ്ണം ബാക്കി കാലം വെച്ചിട്ടാണ്. കണ്ടാ ഇതിനൊക്കെ നിറച്ച് മുളകുണ്ട്. കണ്ടില്ലേ? കണ്ടാ കുറേ എണ്ണം പഴുത്തിരിക്കണേ. പിന്നെ അതാ ചെയ്യുന്നുണ്ട്. ചമ്മന്തി ഒക്കെ ഉണ്ടാക്കും പെട്ടെന്ന്. ഞാൻ വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് വന്നിട്ട് പൊട്ടിക്കാറ് കേട്ടോ. ഇവിടെ ഒരെണ്ണുണ്ട്. എന്താ ഇവിടെ ഒരെണ്ണുണ്ട്. ഇവിടെ ഒരെണ്ണുണ്ട്. കുറച്ച് മരം, എത്ര മരം ഉണ്ട് മൊത്തം? മുളക് ചെടികൾ അതൊക്കെ കുറേ എണ്ണം ഓരോന്ന് സെപ്പറേറ്റ് ആട്ടാ. 1 2 3 4 5 6 അങ്ങനെ. ഇവിടെ കുറേ ഇവിടുന്നാണ് ഞങ്ങൾ മെയിനായിട്ട് മുളക് പൊട്ടിക്കാറുള്ളത്. എവിടേക്കും പോകാറില്ല. ഇതെന്താ അമ്മ? ഇതെന്താ ഓമക്കായ? അത് അതിൽ പൊട്ടി മുളക്കുന്നത്. ഓമക്കായുടെ ഉള്ളത്. ഓമക്കായുടെ തൈ പൊട്ടി മുളച്ചിട്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഉപകാര സാധനല്ലേ ഓമക്കായൊക്കെ. എത്ര നല്ലതാ. ഇതെന്താ സാധനം? ഇതെന്താ? മീനാമ്പഴം എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനാമ്പഴം. പക്ഷെ കായ ഉണ്ടാവാനാവുന്നുള്ളൂ അല്ലേ. പിന്നെ ഇതാ ഇവിടെ ഉണ്ട് ഒരു മുളക് ചെടി. ഞാൻ മുളക് മരം പറയുമ്പോൾ എന്നോട് എല്ലാവരും മുളക് ചെടി എന്നാ പറയാൻ ഞാൻ പറയാറുണ്ട്. മുളക് മരം ഒന്നും ഞാൻ പറയാറില്ല. അവിടെയൊക്കെ ഉണ്ട്. ഞാൻ കണ്ട ഇവിടെ മൊത്തം മുളക് ചെടികളാണ്. കണ്ടില്ല? ഇതൊക്കെ എന്താ? അയ്യോ ഇവിടെ ഉണ്ടോ? ഇതിന് ഇവിടെ നിറച്ച് മുളക് കിട്ടും. ഇത് മറ്റേ മുളക് അല്ലേ? ഇതിനെന്താ പറയാ? ഇതിനെന്ത് മുളക് എന്ന് പറയുമ്പോ? അങ്ങാടി മുളക്. എനിക്കൊക്കെ വൈകുന്നേരം ഇതിനൊക്കെ തോനെ ഉണ്ടായിട്ട് കിട്ടാൻ കണ്ടില്ലേ? അങ്ങനെ മുളകുണ്ട് ഇതിനൊക്കെ. അത് പിന്നെ വഴുതനങ്ങ നാശം പൊട്ടിച്ചിട്ടുണ്ടാവില്ലേ? ഇവിടുന്ന് ഒന്നും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അങ്ങനെ ഒന്നും നാശമായിട്ടാണ്. ഇതെന്താ? ഇത് വഴുതനങ്ങ. ഇതാ വഴുതനങ്ങ, അതാ വഴുതനങ്ങ. പക്ഷെ ഒക്കെ ഉറുമ്പ് വെക്കുക. മുളകാണ് മെയിനായിട്ട് ഇവിടെ ഉണ്ടാവാറ്. ഇത് പിന്നെ കുമ്പളങ്ങ അല്ലേ? കുമ്പളങ്ങയുടെ അതാണ്. നോക്കി കുമ്പളങ്ങ ഉണ്ടായിരിക്കും. കണ്ടാ നീക്കി തൊടുമ്പോൾ പേടിയാട്ടോ ഇങ്ങനെ വീഴും വെച്ചിട്ട്. ഇതിൻ്റെ ഇലയും നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഉപ്പേരിയും കറിയൊക്കെ ഉണ്ടാക്കൂലേ അമ്മ? ഇല പച്ചമുളകൊക്കെ. ഇവിടെ ഒരു കായുണ്ട്. ഇനി നമുക്ക് കറ്റാർവാഴ ഉണ്ട് കേട്ടോ ഇവിടെ. കണ്ടാ ഇത് അമ്മ വാങ്ങിച്ച സമയത്ത് കറ്റാർവാഴ നമുക്ക് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ കുഴിച്ചിട്ടപ്പോൾ അങ്ങനെ ഉണ്ടായതല്ലേ? അങ്ങനെ അതിൻ്റെ ആ കടല്ലേ ഇതുപോലത്തെ കടതാണ്. ഇങ്ങനത്തെ കുഴിച്ചിട്ടപ്പോൾ അവിടുന്ന് നിറയെ ഇതാ കണ്ട അങ്ങനെ നിറയെ ഉണ്ടായി. കുഴിച്ചിട്ടതായിരുന്നു. അത് മണ്ണൊക്കെ പോയിക്കണ അതിൻ്റെ അടിയത്തെ കണ്ട. ഇവിടെ കുറച്ച് വേപ്പിൻ്റെ തയ്യലുണ്ട് ഇവിടെ. എന്താ ഇതെന്താ? ആ ചെറുത് അതെന്താണോ? അത് പൊട്ടി മുളച്ചുണ്ടായിരുന്നു. പിന്നെ ഇവിടെ 2 3 വാഴയൊക്കെ ഉണ്ട്. കണ്ടോ? അവിടെ ഉണ്ട് ഒരു വാഴ. പിന്നെ അവിടെ ചേന പച്ചി. അത് ചേമ്പ്. ഇതിൻ്റെ അത് മറ്റേ അതിൻ്റെ തണ്ട് നമ്മള് താളുകറിയൊക്കെ ഉണ്ടാക്കും. അത് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഈ ഭാഗത്തേക്കാണെങ്കിൽ നമുക്ക് വലിയ ഇരുമ്പാമ്പൽ പൊട്ടിക്കാൻ ഇതൊക്കെ കഴിഞ്ഞു. ഇപ്പം ഒന്നുമില്ല. ഒക്കെ നമ്മൾ പൊട്ടിച്ച് മഴയൊക്കെ പെയ്തപ്പോൾ കഴിഞ്ഞു. ഒന്നുമില്ല. ഇതൊന്നും അത്യാവശ്യം കിട്ടാറുണ്ടല്ലോ അമ്മ? ഇല്ലേ? ഇരുമ്പാമ്പുളി കിട്ടാറുണ്ട്. മഴ പെയ്തിട്ടേ മീൻ കറിയിലൊക്കെ ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ്.
ഇവിടെ അമ്മ കുറച്ച് ചെടികളൊക്കെ വെച്ചത്. ഇവിടെ ഒരു പ്ലാവ് ഉണ്ട്. ഈ പ്ലാവ് മഴക്കാലത്താണ് ചക്ക ഉണ്ടാവാറ്. അതാണ് ഞങ്ങൾക്ക് ഇത് അങ്ങനെ കഴിക്കാൻ വരെ കിട്ടിയിട്ടില്ല. ഇതെന്താ? ഇതാ റംബൂട്ടാന്. റംബൂട്ടാന്റെ ഈ റംബൂട്ടാന് 16 പ്രായം. 3 കൊല്ലട്ടെ. കൊറേ കാലായിട്ടാ ഇങ്ങനെ വാടിയിട്ട് അല്ലെങ്കിൽ ഇതായിട്ടൊന്നും ഇല്ല. പക്ഷെ എന്നും ഇതേപോലെയാണ് റംബൂട്ടാൻ. ഇതെന്താ എന്താ പറയാ, ഇതെന്താ? മൾബറി. മൾബറി. മൾബറി ഇത് വേഗം ഉണ്ടാവും തോന്നുന്നില്ലേ മൾബറി? ഇതെന്താ? മുട്ടപ്പഴം. ഇതെവിടെ വേറെ സംഭവം കേട്ടോ. ഇത് ഏറെ സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടാവും തോന്നുന്നു വെറുതെ അല്ലേ. പ്രഷർ ചീര അവിടെ അടുത്തുനിന്ന് മേടിച്ചതായിരുന്നു. പ്രഷർ ചീര ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ നമുക്ക്. പക്ഷെ ഇവിടെ അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇല്ലല്ലോ. പരിപ്പിട്ടിട്ട് ഇതെവിടെ ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ കുറേ ഇതുണ്ട്. ഇതാണ് നമ്മളുടെ മുട്ടപ്പഴം. മുട്ടപ്പഴം പറയുമ്പോൾ ഒരു എന്താ പറയാ, ഒരു മഞ്ഞ കളറില് ഉള്ളിലും മഞ്ഞ തന്നെയായിട്ട് ഒരു പൊടി പോലെ അങ്ങനെ ആയിട്ട് ഒരു ചെറിയൊരു കറക്കലുള്ള ഒരു പഴം. ഇതാ പിന്നെ വേറെ ഇരിക്കുന്നത്. ഇത് കുറച്ചും കൂടി വലുതായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇത് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഒരു വീട്ടിൽ കാവത്ത്. ഇതോ? ഇത് കാവത്തോ? കാവത്ത്. കാവത്ത് ഇങ്ങനെ ഉണ്ടാവും. പിന്നെ അത് ആദ്യമായിട്ട് കണ്ടിട്ടോ. അത് അവിടെ വേറെ മീനപ്പഴുണ്ട്. അതുമ്പോ എന്താ കായ ഉണ്ടാവും? കായ ഉണ്ടാവില്ല. എന്താണോ തീരെ വലിയ മരമാണ്. ഇതുമായി കായ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ചെറിയൊരു കഴുങ്ങുണ്ട്. ഇത് മുട്ടപ്പഴം. പിന്നെ വേറെ എന്താ ഉള്ളത്? എന്ത് ചെടിയാന്ന് അറിയില്ല കേട്ടോ. എന്തോ ഒരു ചെടി. ഇതൊക്കെ തന്നെ. പിന്നെ നമുക്ക് നമ്മളുടെ തേൻവരിക്ക ഉണ്ടാവുന്ന ഒരു പ്ലാന്റ്, അത് കാണിച്ചു തരാം. ഇവിടെ കുരുമുളകുണ്ട്. ഇതെന്താമ്മ? ഇത് മറ്റേ സാധനല്ലേ, അമ്പഴങ്ങല്ലേ? അമ്പഴങ്ങ 15 കൊല്ലം ഇത് ഞങ്ങള് വീട്ടിലേക്ക് താമസം മാറുന്ന സമയത്ത് ഉണ്ടായിരുന്നതാ. ഇത് മുന്നേ ഉണ്ടായിരുന്നാണ്. അങ്ങോട്ട് മാറിയതിന് ശേഷം മാമി, ചെറിയ മാമി കൊടുത്തിട്ട് ഇതിൽ ഇതുവരെ കായ ഉണ്ടായില്ല കേട്ടോ. ഒരു കായ പോലും ഉണ്ടായിട്ടില്ല. കായൊന്നും ഉണ്ടായില്ല. കുരുമുളക് ഉണ്ട് കേട്ടോ. ഇവിടെ ഇതുമ്പോ നിറച്ച് കുരുമുളക് ഉണ്ടാവാറുണ്ട്. എന്താ കുരുമുളക്? പിന്നെ ഇതിന്റെ മേലൊക്കെ ഉണ്ട് കേട്ടോ കുരുമുളക്. ആവശ്യത്തിനൊക്കെ അമ്മ മീൻ വറുക്കണേക്കൊക്കെ ഈ പച്ചക്കുരുമുളക് ഇങ്ങനെ ചതച്ചിട്ട് ചേർക്കാനിട്ട് ഭയങ്കര ടേസ്റ്റാണ്. മീൻ മത്തിയൊക്കെ വറുക്കണേക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അതൊക്കെ ഉണ്ട് പറയുന്നത്. ഇതിന് ചെടി അതിന് മേലെ കുറേ ചോപ്പ് തേൻവരിക്കുണ്ടാവും നമ്മളെ പ്ലാവ്. ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ്. ഭയങ്കര ടേസ്റ്റ്. ഞാൻ അങ്ങനെ ചക്ക കഴിക്കാറില്ല. പക്ഷെ ഇതുമൊക്കെ ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ് തേൻവരിക്ക. നല്ല ചോളയൊക്കെ നല്ല തീരെ കനലില്ലാതെയിട്ട് അല്ലേ, നല്ല മധുരമായിട്ട് ഭയങ്കര ടേസ്റ്റ്. അതുപോലെ തന്നെ ചക്ക വറുത്താലും ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഈ ചക്ക വറുത്താലും ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോൾ ചക്ക ഉണ്ടായിട്ടില്ല, സമയമാകുമ്പോൾ ഉണ്ടാവാറുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി. കാലല്ലല്ലോ. പിന്നെ ഇവിടെ അത് ചെറിയ ഇതൊക്കെ ചെടികളാണ്. ഇവിടെ ചെറിയ കുറച്ച് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഉണ്ടാവാത്ത ഇതുമ മാത്രം ഉണ്ടായിട്ടില്ല. അത് ഇതൊക്കെ നിറയെ ഇരുമ്പും ഇതൊക്കെ വന്നിട്ട് ഉണ്ടാവുന്നില്ല. ഇവിടെ വേപ്പും ബാക്കിയൊക്കെ ചെടികളാട്ടോ. അത് നമുക്ക് വേറെ വീഡിയോയിലാണ്. ഇവിടെയൊക്കെ ചെടികളുണ്ടാവില്ല. പിന്നെ എന്താ ഉണ്ടാവാത്ത മുരിങ്ങയിടലും ഉണ്ടാവില്ല. മുരിങ്ങയിടലും ഏറ്റെങ്കിലും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. നമ്മൾ കുരുമുളക് നമ്മൾ കണ്ടില്ല. അവിടെ ഉണ്ട് പ്രഷർ ചെയ്ത അതൊക്കെ ഉണ്ട്. ഇവിടെ ഇനി എന്താ കുറച്ച് കുമ്പളങ്ങ കാണിച്ചത്. ഇവിടെ നിറച്ച് ഇല വെക്കുന്നുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. കണ്ടോ കണ്ടോ? കുറച്ച് ചെറുതാ. മറ്റേ താഴത്ത് കണ്ടതിനെക്കാട്ടും കുറച്ചും കൂടി വലുപ്പമുണ്ട് കേട്ടോ. പിന്നെ ഒരെണ്ണം ഇവിടെ കുറച്ചും കൂടി വലുതാണ്.
കണ്ടോ പിന്നെ ഒരെണ്ണം പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരെണ്ണം കണ്ടോ 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 ഇവിടെ ഒരെണ്ണം ഉണ്ട് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇവിടെ തൊട്ട് അത് പക്ഷേ കാണാനില്ല ഉള്ളിലെങ്ങാനും തോന്നുന്നു അതിൽ ആക്കാൻ പറ്റില്ല രണ്ട് മൂന്നെണ്ണം ഇപ്പം കണ്ട് ഒരെണ്ണം കൂടി ഉണ്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ പോയാലും അറിയില്ല ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പേടിയാണ് ഞങ്ങളുടെ തണൽമരാണ് മുറ്റത്ത് തന്നെയുള്ള ഉമ്മത്തെ മുറ്റത്ത് തന്നെയുള്ള ഒരു മാവാണ് നിറയെ കൊമ്പും ചില്ലൊക്കെ ആയിട്ട് ഭയങ്കര തണലാണ് കേട്ടോ ഈ മാവ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വെയിലൊന്നും മാർക്കറ്റ് മുറ്റത്ത് നിറച്ച് മാങ്ങ ഉണ്ടാവും കേട്ടോ ഒരുപാട് മാങ്ങ ഉണ്ടാവാറുണ്ട് പക്ഷെ ഭയങ്കര പുളിയ മാങ്ങ അല്ല അമ്മ നല്ല പുളി നമുക്ക് അങ്ങനെ പച്ചക്കൊന്നും കഴിക്കാൻ പറ്റില്ല പക്ഷെ മീൻ കറിയിലൊക്കെ ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ അതുപോലെ ഉപ്പിലിട്ടാലൊക്കെ അല്ലേ ഉണക്കിയാല് കടുമാങ്ങ ഇട്ട അടിപൊളിയാട്ടോ ഭയങ്കര ടേസ്റ്റാണ് നിറയെ മാങ്ങ ഉണ്ടാവും ആർക്കും വേണം സത്യം പറഞ്ഞത് പക്ഷെ എന്നാലും ഞങ്ങള് ഏറെ ഉപയോഗിക്കാറുണ്ട് അല്ലേ കൊറേ ഒന്നും നമുക്ക് കൊറേയൊക്കെ കൊടുക്കും ചമ്മന്തിക്കൊക്കെ ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് ഇപ്പൊ അങ്ങനെ അച്ചാറൊന്നും ഇട്ടയ്ക്കാൻ അങ്ങനെ പറ്റില്ല കേട്ടോ അച്ചാറൊന്നും പറ്റിയതല്ല പഞ്ചസാരയൊക്കെ ഇടണം അച്ചാറിടുമ്പോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് പഴുത്താലും പഴുത്തത് കേട് വരും ഒരു നിറയെ മുറിച്ച അതിന്റെ ഉള്ളിൽ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കഴിച്ചില്ല കേട്ടോ പഴുത്തത് നല്ല മധുരം ഒരു വട്ടത്തെ കഴിച്ചിട്ട് പക്ഷെ പുഴുള്ള കാരണം പിന്നെ ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല നല്ല ടേസ്റ്റ് നല്ല മധുരമുള്ള മാങ്ങ ഉണ്ടാവാറ് പച്ചയാണ് നല്ല പൊടി മധുരം പഴുത്താണ് നല്ല മധുരം അപ്പോൾ ഈ മാവിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ തണൽമരാണ് മാവ് ഇതാണ് നമ്മള് താഴത്തുനിന്ന് കണ്ടില്ലേ അതിന്റെ ഫുള്ള് കൊമ്പ് മൊത്തം വരുന്നത് ഇങ്ങോട്ട് അവിടെ നിന്ന് ഞങ്ങൾ ചക്കയൊക്കെ പൊട്ടിക്കാറ് പെടുന്നു അല്ല അമ്മ ഇവിടുന്ന് തോട്ടിക്കോലെടുത്തിട്ടാണ് പൊട്ടിക്കാറ് മൊത്തം ഇവിടെയാണ് ഉണ്ടാവാറ് ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിക്കുന്നിടത്തൊക്കെ ഉണ്ടാവാറുണ്ട് ചക്ക അതുപോലെ താഴത്തൊക്കെ നല്ല അടിയിലൊക്കെ ആയിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മളെ അമ്മ എന്തോ കാണിച്ചിട്ട് അവിടെ എന്താ ആ ചെടിയുടെ മേലെ ഉണ്ടാവണത് ആ ചുവപ്പ് പക്ഷെ വിരിയില്ല തീരെ പൂ പോലത്തെ അല്ലേ മുട്ടായിട്ട് നിൽക്കുള്ളൂ നമുക്ക് അടിയിൽ തന്നെ പോയിട്ടോ അപ്പൊ അതാണ് കേസ് നമ്മളെ ചെറിയ പച്ചക്കറി തോട്ടം അല്ല അമ്മ ഇനി നമുക്ക് വലുതാക്കണ്ടേ ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ തയ്യൊക്കെ കുഴിച്ചിട്ടിട്ട് അവിടെ പണി നടക്കുന്നുണ്ട് കേട്ടോ അതിന്റെ ഒരു സൗണ്ടാണ് പണി നടക്കുന്നുണ്ട് അവിടെ അപ്പൊ എത്ര ഉള്ളൂ കേട്ടോ അത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മളെ ഇനി നമുക്ക് അടുത്ത നമ്മളെ ഗാർഡൻ ഉണ്ട് അമ്മയുടെ കുറേ പൂക്കളുണ്ട് കുറേ ചെടികളുണ്ട് അതൊക്കെ നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര അടുത്ത വീഡിയോയിൽ കാണാം ബൈ